നീ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടിയല്ലേ, ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞാ എങ്ങനെയാ? എന്നോട് ഇതുവരെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നല്ല പുതുമ തോന്നുന്നു. കമ്പാരിസൺ എക്സ്പെക്ടേഷൻ ഇത് കാരണം പലരും ജീവിതം നശിച്ച് നാറാണക്കല്ലിട്ട് പോകുന്നു. അവളൊരു പാവം കുട്ടിയടി. ലാലസ നല്ലോണം പഠിക്കുന്നുണ്ടോ മോളെ? ക്ലാസ്സിലൊന്നും കാണാനേ ഇല്ലല്ലോ. പാർട്ടിക്ക് പോണോടി? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ? എനിത്തിങ് സ്പെഷ്യൽ? ഈ മനം ചെറുപൂവനം ചില്ലയിൽ നറുതേങ്ങ ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ ഇട്ടാ മതിട്ടാ. 3 അല്ല 3000 പേര് വരും. ഇവനെവിടെ നിന്ന് വന്നതാ? സാറിന്റെ അഡ്രസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആര്? എന്തുട്ടാ നിന്റെ പേര്? ലൽസ. സാറിന്റെ പേര് വിളിക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടാ. നെഞ്ചിലാഴമായി പെയ്യുമീ മുകിൽ അതിരഴ പുഴ കഥക്കരെ ചില്ലയോലയായി എഴുതുമിക്കനൽ പ്രണയമോരാതെ ഇതുവരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? കണ്ടാലിഷ്ടം കാണാനിഷ്ടം കാതിൽ ചിറകുമൂളി പാറി എടി പെണ്ണെ, ബാത്റൂമിലേക്ക് ഫോൺ എന്തിനാ കൊണ്ടുപോണേ? നീ ഈ യൂണിഫോമിലെ കൊച്ചുകുട്ടിയെ പോലെ തോന്നിക്കണം. പോലീസുകാര് കണ്ട പിടിക്കുവേ. കണ്ണടച്ചു സാറേ. സർപ്രൈസ്. ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ അവളോടുള്ള ദേഷ്യം കൊണ്ടാണോ? വെറുതെ വാശി പിടിക്കണ്ടേ? പബ്ലിക്ക് ഇങ്ങനെയാണോ പോവാ? പെട്രോൾ അടിച്ചോടാ. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എന്താ? പെൺകുട്ടികളുടെ പെടലിക്ക് 10,000 കൊണ്ട് വയ്ക്കുന്നുണ്ടല്ലോ. പ്രേമിക്കുന്നവരുടെ ഒക്കെ വിചാരം അവനൊരു രാജകുമാരനാണെന്നാ. ശരിക്കും അവനൊരു വാച്ച്മാൻ മാത്രം. അവളെ വിട്ടുകളടാ. ഷീ ഈസ് ജസ്റ്റ് എ +2 സ്റ്റുഡന്റ്. +2 അല്ലടോ, പോളിടെക്നിക്. അതെന്താ അങ്ങനെ അങ്ങ് പറഞ്ഞു കളഞ്ഞത്? ഏയ് പണി നോക്കിപ്പോ കൊള്ളരുതാ. പിന്നെ ഇവിടേക്ക് എന്തുകൊണ്ട് വെച്ച് കഴിവാനാ? ആരെവിടെ വിളിച്ചാലും അങ്ങ് പൊയ്ക്കോളല്ലേ നീ. എന്തു പറ്റി ചേട്ടാ? ആ വാർത്തയെന്ന് വെച്ചേ അത്തരമൊരു സംഭവമാണ് ഇന്ന് ഈ നഗരത്തിന്റെ അതിർത്തിയിൽ വെച്ച് നടന്നത്. നട്ടുച്ചയ്ക്ക് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മുഖം തിരിച്ചറിയാത്ത 2 പേർ ഓടിച്ചിട്ട് കുത്തിയിരിക്കുന്നു. എന്റെ ജീവിതാ പോയത്. എന്റെ അനിയത്തിക്ക് 1 രൂപ പോലും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല. അവൾക്ക് സ്വർണ്ണമാലയാ ഞാൻ സമ്മാനിച്ചത്. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ടാറ്റു അടിച്ചത്? അപ്പൊ എല്ലാരും ചോദിച്ചാ എന്താ പറയാ?